ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങളൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയെന്ന്. അവിടെ പോയ വിശേഷങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ഇത്. ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ കുടുംബത്ത് നമ്മളൊരു ട്രിപ്പോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയാലല്ലേ അതിനൊരു രസം ഉണ്ടാവും. അപ്പം അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ മാർക്കറ്റിലേക്ക് പോകാം. പല പല വെറൈറ്റി സാധനങ്ങൾ അവിടെ ഉണ്ട്. അത് കണ്ടു നടക്കുമ്പോൾ തന്നെ നമ്മുടെ സമയം എങ്ങനെ പൊയ്ക്കോളും. നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനത്തെ ഒരു ആർട്ടിഫിഷ്യൽ കേവ് ആണ് കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ രണ്ട് ഭാഗത്തായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പം അതിന് മുന്നിൽ തന്നെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ റൈഡിനും എത്ര രൂപയാണ്. ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 50 റുപ്പീസാണ്. ഈ കേവിനുള്ളിലൂടെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പല പല ലൈറ്റ്സ് ഇങ്ങനെ മാറി മാറി വരികയായിരുന്നു. ഒരു 50 രൂപയ്ക്ക് കാണാൻ പറ്റിയ ഒരുവിധ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു കാർഡ് തരും. അപ്പോൾ നമ്മൾ ഏതൊക്കെ റൈഡിലാണ് കയറാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു റേറ്റ് നമ്മൾ റീചാർജ് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഓരോ റൈഡിലും കയറുക. ഞങ്ങൾ അന്ന് ഇവിടെ പോകുന്ന സമയത്ത് നല്ല ലേറ്റായിട്ടാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി അങ്ങോട്ട് പോകണമെന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിഡ്സ് പാർക്ക്. കിഡ്സ് പാർക്കിന് ടിക്കറ്റ് ചാർജ് വരുന്നത് പെർ ഹെഡ് 100 റുപ്പീസാണ്. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി അതിന് മുന്നിലായി തന്നെ ഒരു ഐസ്ക്രീം ഷോപ്പും ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് എല്ലാ ആക്ടിവിറ്റീസും ഉള്ളത്. എനിക്കെന്തോ ഈ മാർക്കറ്റ് കണ്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു വേറൊരു ആക്ടിവിറ്റീസും ചെയ്യാനുള്ളൊരു മൂഡും ഉണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാ സാധനങ്ങളും മേടിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ കണ്ടു നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഒരു യുണീക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ മേടിച്ച് വെക്കും. അതല്ലെങ്കിൽ ഓരോന്നിങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നടക്കും. ഞങ്ങൾ എല്ലാ ഷോപ്പിലും കയറിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ്. പക്ഷെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. കാരണം തപ്പിപ്പിടിച്ച് ഇഷ്ടപ്പെടുന്നതിനൊക്കെ റേറ്റ് കൂടുതലായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് എടുത്ത് നോക്കി തിരിച്ച് വെക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഷോപ്പിൽ പോകും. പിന്നെ ആ ഷോപ്പിൽ പോയി കുറേ സാധനങ്ങൾ നോക്കും, തിരിച്ച് വെക്കും, പിന്നെ അടുത്ത ഷോപ്പിലേക്ക്. ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെറുത് ലാഫിംഗ് ബുദ്ധയുടെ ഒരു സ്റ്റാച്ചു എടുത്ത് ഒരൊറ്റ എന്തോ ഭാഗ്യത്തിന് അത് പൊട്ടിയില്ല. അതങ്ങാൻ പൊട്ടിയിരുന്നെങ്കിൽ 1600 രൂപ അവിടെ കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. ഞാൻ ഈ പാർക്കിൻ്റെ പേര് പറയാൻ വിട്ടുപോയി. വയനാട് ഇപ്പോൾ ഒരുപാട് പാർക്കുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം ഒരു 3-4 പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാവിലെ 9:30 to 6 ആണ് അവിടുത്തെ ടൈം വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 4-4:30 ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ. അപ്പോൾ അവിടെ ഒരു എൻട്രി ഫീ വരുന്നത് തന്നെ 700-800 റുപ്പീസൊക്കെയാണ്. അപ്പോൾ അത് മുതലാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടെ വന്നപ്പോഴാണ് 50 റുപ്പീസാണ് എൻട്രി ഫീ എന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് അങ്ങ് കയറിയത്. അപ്പോൾ ഈ പാർക്കിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ടീൻസാനിയ അഡ്വഞ്ചർ പാർക്കാണ്. മെയിനായിട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ വയനാട് എന്തായാലും വന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോയി കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ കയറിയത്. പക്ഷേ എൻ്റെ 2 പിള്ളേർക്കും ജലദോഷവും പനിയൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല എന്തിലെങ്കിൽ കയറി കളിക്കുമോ. പിന്നെ വെള്ളത്തിലിറക്കില്ല എന്ന് ഉറപ്പിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ വേറെ എവിടെ പോയിട്ടും കാര്യമില്ലല്ലോ. ഒന്നിലും കയറാതെയും കളിക്കാതെ ഇത്രയും പൈസ കൊടുക്കുന്നത് നമുക്ക് നഷ്ടമാണല്ലോ. മറ്റ് പാർക്കുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെയുള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും റൈഡിൽ കയറുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിലോ അതിന് പൈസ കൊടുത്താൽ മതി. ഞങ്ങൾ വന്ന സമയത്ത് അവിടെ 2 ബസ്സിൽ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു. അവരെനിക്ക് ഒന്ന് ട്രിപ്പൊക്കെ ആയിട്ട് വന്നതാണെന്നാണ് തോന്നുന്നത്. കാരണം ഒരു ബസ്സിൻ്റെ മുകളിൽ ബാനറൊക്കെ ഉണ്ടായിരുന്നു, കുടുംബയാത്ര എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സംഭവത്തിൽ കയറിയിട്ടുണ്ടോ? എനിക്ക് ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ പേടിയാണ്. ചെയ്യുന്ന കാര്യം പോട്ടെ, എനിക്കിത് കാണാൻ തന്നെ പേടിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ സ്പ്രിങ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കളിക്കുകയായിരിക്കുന്നതാണ്. പിന്നെയാണ് മനസ്സിലായത് ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വിടലാണ്. അത് വിട്ടപ്പോൾ അവർ പേടിച്ചതിനേക്കാൾ അപ്പുറം ഞാൻ പേടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മുകളിൽ കൊണ്ടുപോയിട്ട് ഒരൊറ്റ വിടുന്ന ആ ഒരു പേടി മാത്രമേ ശരിക്കും ഇതിനുള്ളൂ. പക്ഷെ ആ ഒരു സംഭവം നമ്മൾ ഓവർകം ചെയ്യണ്ടേ. ഹൈറ്റ് നല്ല പേടിയുള്ള ഒരാളാണ് ഞാൻ. പണ്ട് എനിക്ക് വെള്ളത്തിനോടും പേടിയായിരുന്നു. ഞാൻ പൂളിൽ പോലും ഇറങ്ങില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് പൂളിലൊക്കെ ഇറങ്ങി ആ പേടി പോയി വരുന്നുണ്ട്. ജീവിതം ഇങ്ങനെ നീണ്ടു കിടക്കല്ലേ, എപ്പോഴെങ്കിലും ഈ പേടി മാറുമായിരിക്കും. അതിനിടയ്ക്ക് എൻ്റെ മോളും ഹസ്ബൻഡും കൂടെ പാർക്കിൽ പോയി. പിന്നെ ഫീഡിങ് റൂമൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് ഫീഡ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു.
വലിയ വലിയ സ്റ്റാച്ചുവിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു, പക്ഷേ ചെറിയ ചെറിയ ഐറ്റംസിനൊന്നും അത്ര റേറ്റ് ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനത്തെ വലിയ കുറേ സാധനങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിപ്പോൾ ഞാൻ വാങ്ങില്ല. എൻ്റെ 2 പിള്ളേരും കുറച്ചൊന്ന് വലുതായിട്ട് ഒന്നും പൊട്ടിക്കില്ല എന്നെനിക്ക് ഉറപ്പ് വരുമ്പോൾ മാത്രമേ ഞാൻ ഇതൊക്കെ വാങ്ങൂ. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, വാൾ ക്ലൈംബിംഗ്, ഫാമിലി പൂൾ, ജയന്റ് സ്വിംഗ്, റോപ്പ് കോഴ്സ്, ബുൾ റൈഡ്, മിറർ മേസ്. ഇനിയും ഞാൻ വിട്ടുപോയ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു റൈഡിലും കയറിയിട്ടില്ല, ഒരു ആക്ടിവിറ്റീസും ചെയ്തിട്ടുമില്ല. ഞാൻ ആകെ മിറർ മേസ് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ മുടക്കിയ പൈസയ്ക്ക് വേർത്തായിട്ട് എനിക്ക് തോന്നി. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും വയനാട്ടിൽ ഈ ഒരു പാർക്ക് പോകാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഈ പയ്യൻ്റെ ഷോപ്പ് കയറാൻ മറക്കരുതേ. ആകെ 10-15 മിനിറ്റേ ഞങ്ങൾ ആ ഷോപ്പിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഞങ്ങൾ ഒരുപാട് ചിരിച്ചിട്ടാണ് ആ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. വരുന്ന വഴിക്ക് അവനെ കൊണ്ട് എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടാട്ടോ ഞാനിങ്ങോട്ട് വന്നത്. ഓരോ യൂട്യൂബ് ചാനൽ വളർത്തിക്കൊണ്ട് വരാൻ പെടുന്ന പാട്, യൂട്യൂബേഴ്സിൻ്റെ കഷ്ടപ്പാടിപ്പ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഈ പകലുള്ള വ്യൂവിനേക്കാളും ഈ രാത്രി നല്ല ഭംഗിയുണ്ടായിരുന്നു. വേറെ എവിടെയോ പോയ പോലെ ഒരു ഫീലായിരുന്നു. വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അങ്ങനെ തപ്പി ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് മിറർ മേസ്. അതായത് കുറേ മിറർ വെച്ച് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്ന പരിപാടിയില്ലേ അത്. ടിക്കറ്റ് റേറ്റ് 50 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരിക്കൽ പോലും കറക്റ്റ് സ്ഥലത്ത് എത്തിയില്ലെങ്കിലും ഇങ്ങനെ വെറുതെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ടിക്കറ്റ് എടുത്ത് കുറേ നേരം ഞങ്ങൾക്ക് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ഒരുപാട് പേര് ഒരുമിച്ച് അതിനുള്ള കയറ്റില്ല. ആദ്യം ഒരു ടീം കയറി അവർ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അടുത്ത ടീമിനെ കയറ്റുക. അതുവരെ ഞങ്ങൾ ഓരോ മക്കളിങ്ങനെ ബുൾ റൈഡ് കയറിയത് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു മക്കളായതുകൊണ്ട് സ്പീഡ് കുറച്ചതാണോ എന്ന് സംശയമുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഇതിൻ്റെ ഉള്ളിലെത്തിയിട്ട് നടന്നതെല്ലാം വൻ കോമഡി ആയിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഞങ്ങളെ കൂടെ ഒരു വേറെ ഫാമിലി ഉണ്ടായിരുന്നു. ഫാമിലി എന്ന് പറയാൻ ഒരു അച്ഛനും അമ്മയും 3-4 മക്കളെ ഉള്ളോട്ട് കയറ്റി വിട്ടതാണ്. അവർ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങളെല്ലാവരും നടക്കുന്നുണ്ട്, ഏതൊക്കെയോ വഴി തപ്പി നടക്കുന്നുണ്ട്. പക്ഷേ ഫൈനലി നമ്മളെല്ലാവരും എത്തുന്നത് ഒരു സ്ഥലത്താണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം ഇങ്ങനെ നടന്ന് ഇവരെ കാണുന്ന സമയത്ത് ആദ്യം ഒന്ന് ചിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ നടന്ന് വരുമ്പം പിന്നെ ഇവരെ കാണുന്നു, പിന്നെയും ചിരിക്കുന്നു. പിന്നെ കൂട്ടച്ചിരിയായി എപ്പോൾ കാണുന്നു. കാരണം ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി അറിയുന്നില്ല. പിന്നെ കൂട്ടത്തിൽ ബുദ്ധിമാനായ എൻ്റെ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞാനിതിൻ്റെ റീൽസോ വീഡിയോ ഒന്നും ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. ട്രസ്റ്റ് മീ ഗൈസ്, ഇതൊരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.